ഇന്നത്തെ നമ്മൾ പലപ്പോഴും ഈ ദിവസത്തെ ചർച്ച കൂടി പരിഗണിക്കണമല്ലോ. അത് എന്തായാലും തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷേ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ച ചൂടുപിടിക്കുകയാണ്. ആരാകും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി? അതായത് രജേഷ് രവീന്ദ്രൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെ തന്നെ പട്ടിക പുറത്തിറങ്ങാനേ കുറെ താമസം എടുത്തു. അതിന് പിന്നാലെ പുറത്തിറങ്ങിയതിന് പിന്നാലെ ഉയർന്ന ചോദ്യമായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന്. കാരണം ഇപ്പൊ നമ്മൾ ആ സ്റ്റിങ്ങിൽ കണ്ടതുപോലെ 3 മുഖങ്ങൾ പ്രധാനമായിട്ടും സജീവ ചർച്ചയിലുണ്ട്. പിന്തുണയുണ്ട് ഈ MLA-മാരുടെ കൂട്ടത്തിൽ, സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ ഓരോ ആളുകൾക്കുള്ള പിന്തുണ പോലും വളരെ പ്രധാനമാണ്. അതിൽ എത്ര പേർ ജയിച്ചു വരുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്തായാലും ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണം ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം എയറിലുണ്ട് എങ്കിലും ഇന്ന് ആ ചോദ്യത്തെ അതിലൊരു വെടി പൊട്ടിച്ചത് PJ കുര്യൻ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളയാൾ ഒരു പക്ഷേ രമേശ് ചെന്നിത്തല ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു പ്രതികരണം കേൾക്കാം അല്ലേ? എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ രമേശിന്റെ വലത്ത് പരീക്ഷ സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് പരീക്ഷ സ്വാമി എന്നായിരിക്കും. എന്തായാലും പ്രസ്താവന വന്നത് കുര്യന്റെ മാത്രമല്ല, അത് ഇന്ന് VD സതീശൻ ഇത്തവണ മത്സരിക്കുന്നത് വെറുമൊരു MLA ആകാനല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞത് സലീം കുമാറാണ്. അത് സ്ഥിരമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു നടൻ കൂടിയാണ്. എന്തായാലും സലീം കുമാറിന്റെ പ്രതികരണം കൂടി കേൾക്കാം. VD സതീശൻ ഈ പ്രാവശ്യം ഇവിടുന്ന് പോകുന്നത് ഒരു MLA ആയിട്ടല്ല, കേരളം നയിക്കേണ്ട ഒരാളായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പറവൂരുകാരായ ഞങ്ങൾ അദ്ദേഹത്തിന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കും. ഇവർ രണ്ടുപേരും മാത്രമല്ല രജേഷ് രവീന്ദ്ര. ഇപ്പം നമ്മൾ സലിം കുമാറിന്റെ പ്രതികരണം കേട്ടു. സമാനമായ രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തിയ ആളാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി കൊള്ളാം ആ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. പക്ഷേ അതിൽ KC വേണുഗോപാലിന്റെ പ്രതികരണം കൂടി നമ്മൾ രസകരമായ പ്രതികരണം KCയുടെയാണ്. കാരണം ഈ വിവാദങ്ങളെ ഒന്ന് മാറ്റി അത് നേരെ മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് ഇടുന്ന തരത്തിലായിരുന്നു KCയുടെ പ്രതികരണം വന്നത്. അപ്പൊ പ്രതികരണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ആരും ഇതിലൊന്നും പറയുന്ന നേതാക്കൾ, ഇപ്പൊ രമേശ് ചെന്നിത്തല ആവട്ടെ, KC ആവട്ടെ, അതേപോലെ VD സതീശനാകട്ടെ, ആരും ഈ വിഷയം അവരാരും ആ ചൂണ്ടയിൽ കൊളുത്തിയിട്ടില്ല. പക്ഷേ പല നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി. നമുക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് മഹേഷ് ശരിയാണ്. മഹേഷ്, എന്തായാലും നമ്മൾ ഈ മുഖ്യമന്ത്രി ആരെയെന്ന ചോദ്യത്തിനൊക്കെ എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയണം, അതിൽ MLA-മാരുടെ തീരുമാനമൊക്കെ വരണം. പക്ഷേ ഈ നേതാക്കൾ, അതും പ്രധാനപ്പെട്ട നേതാക്കൾ ഈ രീതിയിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രചാരണത്തിൽ ഒരു പ്രശ്നമാകും എന്ന് തിരിച്ചറിയുന്നുണ്ടാവും ഈ നേതാക്കളൊക്കെ. കാരണം KCയുടെ പ്രതികരണം അതിൽ നിന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം KC നേരെ അത് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് ഇട്ടു. ഇവിടെ ആർക്കും അഭിപ്രായം പറയാം, ഞങ്ങൾ ആരും വീട്ടിലേക്ക് പോയി ചോദിക്കൂ എന്ന് പറയില്ല എന്നൊക്കെ ആയിരുന്നു. അതേ രജീഷ്, സേതുലക്ഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, കൗതുകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കുന്ന നേതാക്കളിൽ ആരായിരിക്കും കോൺഗ്രസിന് UDF-ന് ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുക എന്നുള്ളതാണ്. നമ്മൾ ചരിത്രവും കീഴ്വഴക്കവും പരിശോധിച്ചാൽ കാണുന്നത് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ മുഖ്യമന്ത്രിയാകുന്ന രീതിയാണ് കോൺഗ്രസിലുണ്ടായിരുന്നത്. അത് K കരുണാകരനാകട്ടെ, AK ആന്റണിയാകട്ടെ, ഉമ്മൻചാണ്ടിയാകട്ടെ, അവരെല്ലാം തന്നെയും പ്രതിപക്ഷ നേതാവായി ഇരിക്കുകയും പിന്നെ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ചരിത്രം കീഴ്വഴക്കമുണ്ട്. പക്ഷേ അത് തെറ്റിപ്പോയത് എന്നാണ് 2016-ലാണ്. 2016 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ 2021-ൽ UDF അധികാരത്തിൽ വന്നില്ല. അതുവരെയുള്ള ചരിത്രം മാറ്റിമറിക്കപ്പെട്ടു. തുടർച്ചയായി 2ാം തവണ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ മുഖ്യമന്ത്രിയാകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു. MLA-മാർ തെരഞ്ഞെടുത്തത്, ഭൂരിപക്ഷം MLA-മാരും പറഞ്ഞത് രമേശ് ചെന്നിത്തല മാറി നിൽക്കട്ടെ, VD സതീശൻ വരട്ടെ എന്നാണ്. അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് വന്നു. ഇപ്പോൾ VD സതീശനാണ് പ്രതിപക്ഷത്തെ നയിക്കുന്നത്. അദ്ദേഹം നയിക്കുന്ന പോരാട്ടങ്ങൾക്ക് ഒടുവിലായിട്ട് തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അതായത് മുഖ്യമന്ത്രിയാകാൻ പറ്റാതെ പോയ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുണ്ട്, മത്സരരംഗത്തുണ്ട്. അതുപോലെ തന്നെ നിലവിലെ പ്രതിപക്ഷ നേതാവായ VD സതീശനുമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആകെ ചുക്കാൻ പിടിക്കുന്ന ഒരു നേതാവാണ്, അത് KC വേണുഗോപാലാണ്.
കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോവുകയും സഗ്ന ചൗധരിയുള്ള ACC ജനറൽ സെക്രട്ടറിയുമാണ്. അദ്ദേഹമാണ് കേരളത്തിലെ ഈ കോൺഗ്രസിന്റെ UDF-ന്റെ തേരോട്ടത്തിന്റെ നായകനായി ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത്, ആ രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ കെ.സി. വേണുഗോപാൽ മത്സരരംഗത്തില്ല, നിയമസഭയിൽ മത്സരിക്കുന്നില്ല. പക്ഷേ MLA-മാരല്ലാത്തവർ മുഖ്യമന്ത്രിയാകാൻ കഴിയും. 6 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ മതി. അങ്ങനെ തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുകയും ജയിച്ചു വരികയും ചെയ്താൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്യാം. അത്തരമൊരു സാധ്യത കൂടി അവിടെ ഉണ്ട്. അത് കെ.സി. വേണുഗോപാലിന്റെ ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ MLA-മാരുടെ യോഗം വിളിച്ച് ആ MLA-മാരുടെ യോഗവും അതുപോലെ തന്നെ ഹൈക്കമാൻഡ് ഇടപെടലുമായിരിക്കും മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കുക എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ 3 പേരുടെ പേരും ഈ പറഞ്ഞ പോലെ തന്നെ സജീവമായ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിൽ MLA-മാർ ജയിച്ചു വരുമ്പോൾ അത് രുചീഷ് പറഞ്ഞ പോലെ തന്നെ ആരൊക്കെ ജയിച്ചു വരുന്നു, അങ്ങനെ UDF-ന് അധികാരം കിട്ടുകയാണെങ്കിൽ ആരൊക്കെ ജയിച്ചു വരുന്നു, ആ MLA-മാരുടെ നിലപാട് കൂടി നിർണായകമാകും. എന്തായാലും കെ.സി. വേണുഗോപാലിന്റെ ഒരു സ്വാധീനം. താങ്ക് യു മഹേഷ് ചന്ദ്രൻ. നമ്മുടെ അസോസിയേറ്റ് എഡിറ്റർ മഹേഷ് ചന്ദ്രനാണ് കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പറഞ്ഞത്.